ഒറ്റയ്ക്ക് ഒരു വനിതയും കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോകരുതെന്നടക്കം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാനോ മറുപടി പറയാനോ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഇക്കാര്യങ്ങളിൽ പോലും വ്യക്തമായ ഒരു മറുപടി പൊതുജനങ്ങളോട് പറയുന്നതിന് തയ്യാറാകാത്തതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഒരു തോതിലുള്ള രോഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ നേതാക്കന്മാർക്കെതിരെ കടുത്ത അമർഷത്തിലാണ്. ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുവെന്ന തുറഞ്ഞു പറച്ചിലുകൾ കടുത്ത പ്രതിസന്ധിയിലാണ് നേതൃത്വത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അവർ പേര് സഹിതമാണ് പറയുന്നത്, സാഹചര്യം സഹിതമാണ് പറയുന്നത്, എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ പറയുന്നതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനാകാതെ വീട്ടിലായിരിക്കുകയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവിൻ്റെ കൈപ്പിടിയിലുള്ള എറണാകുളം DCCക്കെതിരെ കവളങ്ങാടുള്ള ദളിത് വനിതാ നേതാവ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവർ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് DCC എടുത്തിട്ടുള്ളതെന്നും കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമായ ഇവർ തന്നെ പരാതി പറയുകയാണ്. AICC അംഗമായിരുന്ന സിമി റോസ്ബെല്ലാകട്ടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭരണപക്ഷി MLA ആയ PV അൻവർ പറയുന്നതിനേക്കാൾ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയ പവർ ഗ്രൂപ്പിൻ്റെ ഉടമയായിരിക്കുന്നുവെന്നും ആ കൂട്ടത്തിൽ നിന്നാൽ ഏത് പീഡകനും രക്ഷപ്പെടുത്താനാകുമെന്നുള്ള ഒരു സാഹചര്യം, ആ ഒരു വെളിപ്പെടുത്തലിൻ്റെ ആകെ സാരം പരിശോധിക്കുമ്പോൾ ഇതാണ് മനസ്സിലാകുന്നത്. സതീശനോടൊപ്പം നിൽക്കുന്നവരെയെല്ലാം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നതിന് യാതൊരുവിധ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. സിമിയുടെ ആരോപണങ്ങളെല്ലാം വസ്തുതയാണെന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിക്കുന്നു. അതായത് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായിരുന്ന കരുണാകരൻ്റെ മകളായ ഇപ്പോൾ BJP പോയി എന്ന് വിചാരിച്ചിട്ട് അവർ ഇതിനു മുമ്പ് കോൺഗ്രസിൽ തന്നെയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത് സ്ഥിരീകരിച്ചത്. കരുണാകരൻ്റെ മകളായതുകൊണ്ട് തനിക്ക് നേരെ പീഡനങ്ങൾ തിരിഞ്ഞില്ലെങ്കിലും അനുഭവസ്ഥർ എല്ലാം തന്നോട് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. മുൻ മന്ത്രി ജോസ് തെറ്റയിലിനെ കുരുക്കാൻ 15 കോടി രൂപ കൈമാറിയിരുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നുവെന്നും അത് ഇടയ്ക്ക് വന്ന ചില നേതാക്കൾ അടിച്ചു മാറ്റിയെന്നുമാണ് മറ്റു ചിലർ പറഞ്ഞു വയ്ക്കുന്നത്. VD സതീശൻ്റെ പിൻകാല ചാരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം AICC അന്വേഷിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിമിക്കെതിരെ വാളെടുക്കുന്ന വനിതാ നേതാക്കളിൽ പലരും നേതാക്കളെ പ്രീതിപ്പെടുത്തിയാണ് കയറിക്കൂടിയതെന്നുള്ള ആക്ഷേപവും വലിയ തോതിൽ ഉയർന്നു വരുന്നു. ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയെയും KPCC നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വാശി പിടിച്ചത് ഇപ്പോൾ ആരോപണം നേരിടുന്ന നേതാക്കളാണെന്നതും കൂടുതൽ പൊട്ടിത്തെറിക്ക് വഴി തുറക്കുകയാണ്. അതായത് സുധാകരൻ പറയട്ടെ എന്നുള്ള നിലപാടാണ് സതീശനുള്ളത്, സതീശൻ പറയട്ടെ എന്നുള്ള നിലപാടാണ് ഈ KPCC പ്രസിഡന്റിനുള്ളത്. AICC അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ വിയർക്കുന്ന കാഴ്ചയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും വരുമ്പോൾ കാണുന്നത്. മിക്ക പ്രസ് മീറ്റുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ മറുപടി പറയാതെ ഒഴിവാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിഷയത്തിൽ നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്ന് ആവർത്തിച്ച് സതീശൻ പറയുമ്പോഴും ഇപ്പോഴത്തെ വിഷയത്തിൽ വെള്ളം ചേർക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ആരോപണം ആണെന്നുമാണ് ഈ നിലപാടാണ് സതീശൻ പറയുന്നത്. മാധ്യമങ്ങൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി സതീശനെയും കോൺഗ്രസിനെതിരെയുമുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളെ പൊക്കിക്കാണിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു നിലപാടാണ് ഈ സതീശൻ ആരോപിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിക്കണമെന്നും UDF സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഈ കാര്യങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്താനോ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള ആത്മസംഘർഷത്തിനും വിമർശനത്തിനുമാണ് കോൺഗ്രസ് പ്രവർത്തകരിലുണ്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ള ആശങ്ക ഇവർക്ക് ഇപ്പോഴുമുണ്ട്. കാരണം നേതാക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ വളരെ പരസ്യമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും.